കൃഷ്ണ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂര് ഇന്ന് ഗുരുവായൂരപ്പനെ ഒരു കൊച്ചുമിടുക്കനായ വെണ്ണക്കണ്ണൻ്റെ രൂപത്തിലാണ് അലങ്കരിച്ചിട്ടുള്ളത്. കാണാൻ അതിമനോഹരമായിട്ടുള്ള അലങ്കാരമാണ്. ഒരു കാല് മടക്കി വെച്ച് മറ്റൊരു കാല് ഒരു വശത്തേക്ക് ഇങ്ങനെ നീട്ടി വച്ചിരിക്കുന്ന അതിമനോഹരമായ ഭാവം. ആ കുഞ്ഞു പാദങ്ങളിൽ തിളങ്ങുന്ന പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. കണ്ണൻ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാല് നീട്ടി ഒരു കാലിങ്ങനെ മടക്കി ഇങ്ങനെ ഇരിക്കുകയാണ് നിലത്ത്. കണ്ണൻ്റെ ഇടത് കയ്യിൽ ഒരു വെണ്ണക്കുടം പിടിച്ചിട്ടുണ്ട്. ഇടത് കാലിൻ്റെ മുകളിലായിട്ടാണ് ആ കുടം വച്ചിട്ടുള്ളത്. വലത് കൈകൊണ്ട് ആ കുടത്തിൽ നിന്ന് വെണ്ണ ഇങ്ങനെ വാരി കഴിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ, വെണ്ണക്കൊതിയനായ നമ്മുടെ പൊന്നുണ്ണി. അങ്ങനെ ഇടത് കാലിൻ്റെ മുകളിൽ വെണ്ണക്കുടം വെച്ച് വലത് കൈകൊണ്ട് വെണ്ണ വാരി കഴിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഇന്നത്തെ അലങ്കാരം. ഉണ്ണിയുടെ കഴുത്തിലാണെങ്കിൽ മനോഹരമായിട്ട് ഒരു വളയം പോലെയുള്ള മാലയുണ്ട്, ഒരു മാങ്ങാമാലയുണ്ട്. അരഞ്ഞാണം കിങ്ങിണിയും ഒക്കെ ചാർത്തിയുണ്ട്. ആ കുഞ്ഞു വയറിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് കിങ്ങിണി. കൈവളകളുണ്ട്, തോൾവളകളുണ്ട്. മനോഹരായിട്ട് ഭഗവാനെ ഇങ്ങനെ അലങ്കരിച്ചു വച്ചിരിക്കുകയാണ്. നെറ്റിയിൽ സ്വർണ്ണഗോപിയുണ്ട്. കളഭം കൊണ്ട് 3 മയിൽപീലികൾ ചാർത്തിയിട്ടുണ്ട്. എല്ലാത്തിലുപരിയായിട്ട് ഭക്തരുടെ മനം കുളിർപ്പിക്കുന്ന ആ മന്ദഹാസം, ഉണ്ണിക്കണ്ണൻ്റെ ആ മന്ദഹാസം ഭഗവാന്റെ തിരുമുഖത്ത്. തിരുമുടിയിൽ തെച്ചി, തുളസി, വെള്ളപ്പൂക്കൾ എന്നിവ കൊണ്ട് കോർത്തിട്ടുള്ള 2 തിരുമുടിമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. കഴുത്തിലാണെങ്കിലോ ഉണ്ടമാലയാണ് ചാർത്തിയിട്ടുള്ളത്. തെച്ചിപ്പൂക്കളും തുളസിയും ഇങ്ങനെ ഇടകലർന്ന് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ഉണ്ടമാലയാണ് ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിയിട്ടുള്ളത്. ഈ വെണ്ണക്കണ്ണൻ്റെ രൂപമുണ്ടല്ലോ, അത് നമ്മുടെ ആഴത്തിലുള്ള ഒരു ആത്മീയ സത്യത്തെയാണ് ഉൾക്കൊള്ളുന്നത്. പാലിനെ കടയുമ്പോൾ കിട്ടുന്ന സാരമാണ് വെണ്ണ. അതുപോലെ സംസാരസാഗരമാകുന്ന മനസ്സിനെ ഭക്തിയാകുന്ന മന്ദരപർവ്വതം കൊണ്ട് കടയുമ്പോൾ ലഭിക്കുന്ന നിർമ്മലമായ പ്രേമമാണ് വെണ്ണ. ഭഗവാൻ ഭക്തന്റെ ഹൃദയത്തിലെ ഈ നിർമ്മലമായ പ്രേമമാണ് ആഗ്രഹിക്കുന്നത്. ആ സ്നേഹമാണ്, ആ വെണ്ണയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. ആ വെണ്ണയാണ് ഭഗവാൻ ഇങ്ങനെ വാരി വാരി കഴിക്കുന്നത് അത്ര ഇഷ്ടത്തോടെ എന്നുള്ളതാണ്. ഭഗവാന്റെ ആ പുഞ്ചിരി, ആ മന്ദഹാസം, മായയെ അതിജീവിക്കാനുള്ള ഭക്തന്റെ കരുത്ത് തന്നെയാണ് അത് ഭഗവാൻ കാണിക്കുന്നത്. സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതാക്കണ ആനന്ദ സ്വരൂപനാണ് താന് എന്ന് ഭഗവാൻ ഈ പുഞ്ചിരിയിലൂടെ നമ്മളെങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളും എന്തൊരു ദുഃഖം ഉണ്ടെങ്കിലും ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ എല്ലാം മറന്നു പോവില്ലേ? ആ മന്ദഹാസത്തിൽ എല്ലാം അലിഞ്ഞു പോവില്ലേ? അത് തന്നെയാണ് നമുക്ക് എത്രയോ സങ്കടങ്ങൾ പറയാനായിട്ടൊക്കെ ഗുരുവായൂർ പോയി നിൽക്കുമ്പോൾ കണ്ണനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്നു പോവില്ലേ? ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിൽ നിന്ന് സന്തോഷം കൊണ്ട് ഹൃദയവും കണ്ണും നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുതന്നെയാണ് ഭക്തി, അതുതന്നെയാണ് ഭഗവാൻ ഇഷ്ടം. ഭഗവാന്റെ തൃപ്പാദങ്ങൾ മുറുകെ പിടിച്ച് നാമം ജപിക്കുന്നത് നമ്മുടെ ശരണാഗതിയുടെ പരമകാഷ്ഠയാണ്. അന്യഥാ ശരണം നാസ്തി എന്നാണ് അത് സൂചിപ്പിക്കണ പോലെ ഭഗവാനിലല്ലാതെ മറ്റൊരു അഭയമില്ല എന്ന സത്യം ഈ രൂപം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വെണ്ണക്കണ്ണൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടി നാരായണ മന്ത്രം ജപിക്കുന്നത് സർവക്ലേശങ്ങൾക്കും പരിഹാരമായുള്ള നാരായണ മന്ത്രം നമുക്ക് ഒരുമിച്ച് ജപിക്കാം. അമ്പാടിയിലെ ആ വികൃതിക്കണ്ണൻ്റെ, ഗുരുവായൂർ ശ്രീലകത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വെണ്ണക്കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.